യാദൃച്ഛികമായി പിതൃസമാഗമം സാധിച്ചു യുവരാജാവായി വാഴുന്ന കാലത്താണ് പിതാവിൻ്റെ അനുരാഗ വൈവശ്യം തേരാളിയായ ശാണ്ഡില്യനിൽ നിന്ന് ഗംഗാദത്തൻ അറിയുന്നത്. ദാശൻ്റെ വ്യവസ്ഥകൾ അംഗീകരിച്ച് കാളി എന്ന സത്യവതിയെ അമ്മയായി സ്വീകരിച്ചു പിതാവിന് സമർപ്പിച്ച് പുത്രധർമ്മം പാലിച്ചു ഗംഗാദത്തനായ ഈ ദേവവ്രതൻ. ഭീഷ്മൻ എന്ന പേര് അങ്ങനെ ലഭിച്ചു. ശന്തനുവിൻ്റെ മരണശേഷം സത്യവതി പുത്രനായ ചിത്രാംഗതനും തുടർന്ന് വിചിത്രവീരനും രാജാക്കന്മാരായി തീർന്നതും അവർ യഥായോഗ്യം വിവാഹിതരായതും ഭീഷ്മരുടെ രക്ഷാകർത്തൃത്വത്തിലാണ്. അവർ മൃതരായ ശേഷം വ്യാസനെ വിളിപ്പിച്ച് ഭ്രാതൃഭാര്യമാരിൽ സന്താനോൽപാദനം നടത്താൻ സത്യവതിക്കൊപ്പം നിന്ന് സഹായിച്ചതും ഈ നൈഷ്ഠിക ബ്രഹ്മചാരി തന്നെയാണ്. അങ്ങനെ ഉണ്ടായ സന്താനങ്ങൾക്ക് ആ ധൃതരാഷ്ട്രർക്കും പാണ്ഡുവിനും വിദ്യാഭ്യാസവും വിവാഹവും നടത്തി കൊടുക്കുന്നതും ഇതേ ഭീഷ്മർ തന്നെയാണ്. രാജധർമ്മങ്ങളും പ്രജാധർമ്മങ്ങളും ഒരുപോലെ നിപുണമായി കൈകാര്യം ചെയ്ത ഗംഗാദത്തൻ എന്ന ഭീഷ്മർ അനിതര സാധാരണമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. കൗരവർക്ക് വശവരായിരിക്കെ തന്നെ ധർമ്മപരിപാലനം വേണമെന്ന അഭിപ്രായം സൂക്ഷിച്ച അദ്ദേഹത്തിന് പാണ്ഡവരോട് കുറച്ചധികം സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായിരുന്നു. ദുര്യോധനന് യുദ്ധം അനിവാര്യമാണെന്ന് കൗശലപൂർവ്വം ഉപദേശിക്കുന്ന കർണനെ പലപാട് അപഹസിക്കുന്ന ഭീഷ്മർ ഒടുവിൽ കർണനോട് അനുതാപാർദ്രതയുള്ളവനായാണ് നാം കാണുന്നത്. ധർമ്മപക്ഷപാതികളായ പാണ്ഡവർക്കാണ് അന്തിമ ജയമെന്നും സ്വാർത്ഥമായ കുൽസിതത്വങ്ങളുടെ ചാവുകടലിൽ ആഴ്ന്നുകിടക്കുന്ന ജഡില മനസ്സുകളാണ് കൗരവരെന്നും തിരിച്ചറിഞ്ഞ ഭീഷ്മർ യുധിഷ്ഠിരന് നൽകുന്ന ഉപദേശങ്ങൾ ആ മഹാവ്യക്തിത്വത്തിൻ്റെ വരണീയമായ മഹത്വം ബോധ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല യുദ്ധാരംഭത്തിൽ യുധിഷ്ഠിരൻ ഭീഷ്മരെ അനുഗ്രഹത്തിനായി സമീപിച്ചു. സ്നേഹവാത്സല്യങ്ങളോടെ തന്നെ ഭീഷ്മർ ആശീർവദിച്ച് അയക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ദുര്യോധനന് വശവർത്തിയായി ജീവിക്കുന്നതിനാൽ പാണ്ഡവരെയും ശിഖണ്ഡിയെയും വധിക്കുകയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ യുദ്ധത്തിനും അതിൻ്റെ സമർത്ഥമായ തന്ത്രങ്ങൾക്കും പകരം വയ്ക്കാൻ ഈ ഇതിഹാസത്തിൽ വേറൊരു കഥാപാത്രമില്ല. വീരവൃദ്ധി പ്രാപിച്ച പണ്ഡിതവൃദ്ധനായിരുന്നു ഭീഷ്മർ. വയോവൃദ്ധത്വത്തിലും തീക്ഷ്ണമായ യുവത്വത്തിൻ്റെ ശക്തി തന്ത്രങ്ങളാണ് യുദ്ധക്കളത്തിൽ ഭീഷ്മർ പ്രയോഗിച്ചത്. ഒടുവിൽ അർജുനാസ്ത്രം മൂലം വീണുപോയ ഭീഷ്മർ ശരാസനശായിയായി കിടന്നു. സ്വച്ഛന്ത മരണവരത്തെ അദ്ദേഹം ഉപയോഗിച്ചു. മരണാനന്തരം അഷ്ടവസുക്കളിൽ ഒരാളായി സ്വർഗത്തിൽ കഴിയുന്നുവെന്ന് ഭാരതത്തിലെ സ്വർഗാരോഹണ പർവ്വത്തിൽ പരാമർശിക്കുന്നുണ്ട്.